സുനിൽ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു ചരിത്ര വിജയം UDF പോലും ഒരുപക്ഷെ പ്രതീക്ഷിച്ചു കാണില്ല. അതിൽ വലിയ ആഹ്ലാദത്തിലാണ് UDF നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇപ്പോഴുള്ളത്. ഇത്രത്തോളം ചരിത്ര വിജയം UDF പ്രതീക്ഷിച്ചതാണോ? എന്താണ് നേതാക്കൾ നൽകുന്ന വിവരം? നൗഫൽ, തുടർച്ചയായി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ പരാജയം കോൺഗ്രസിനെയും ആ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസിനെയും മുന്നണി എന്ന നിലയ്ക്ക് UDFനെയും വലിയ തോതിൽ നിരാശരാക്കിയിരുന്നു. കാരണം ഒരു വട്ടം കൂടി ഇനി അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല എന്ന ആശങ്ക ഘടകകക്ഷികളിൽ ചില ആൾക്കാർക്ക് പോലും ഒപ്പം ചില പ്രവർത്തകർക്ക് പോലും ഉണ്ടായി. അതിന്റെ ഒരു ആലസ്യമൊക്കെ പാർട്ടിയിലും മുന്നണിയിലുമൊക്കെ പല ഘട്ടത്തിലും നമ്മൾ കണ്ടു. ചില ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ മികച്ച വിജയം നേടുന്നുണ്ടെങ്കിൽ കൂടിയും അതിനപ്പുറത്തേക്ക് ഒരു അധികാരത്തേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടോ എന്ന ആശങ്ക ആ മുന്നണിയുടെ പ്രവർത്തനത്തെ തന്നെ, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനത്തെ തന്നെ വലിയ തോതിൽ ബാധിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പക്ഷേ പന്ത് UDFന്റെ ഗ്രൗണ്ടിലായിരുന്നു എന്ന ആത്മവിശ്വാസം UDF നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ, അത്തരം വിഷയങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുക, ഒപ്പം ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, നോക്കൂ, മുഖ്യമന്ത്രിക്കെതിരെ അവരുടെ കുടുംബത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, അങ്ങനെ നിരവധി അനവധിയായ വിഷയങ്ങൾ UDFന്റെ ആവനാഴിയിൽ ഉണ്ടായിരുന്നു. LDFനെതിരെ പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായി അതൊക്കെ അവരിങ്ങനെ പ്രയോഗിച്ചു തുടങ്ങുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം ഉണ്ടാവുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ ലൈംഗിക ആരോപണം വലിയ തോതിൽ പ്രചാരണ വിഷയമാക്കി LDF എടുക്കുന്നു. അത് മാത്രം സജീവ ചർച്ചയാക്കുന്നു. 8-9 ദിവസം ഈ പ്രചരണത്തിന്റെ ഭാഗമായി വരുന്ന 8-9 ദിവസം ഈ വിഷയം മാത്രം കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി വീണ്ടും ഒരു പ്രതിരോധത്തിന്റെ പാതയിലേക്ക് UDF വരുമ്പോഴാണ് പിന്നീട് പാർട്ടിക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നത്. നോക്കൂ, 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ അന്ന് വെൽ ഡ്രാഫ്റ്റഡ് പ്രയോഗവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും തമ്മിൽ ഒരു പോർമുഖത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന അവസ്ഥ പോലും ഉണ്ടായി. ഇതൊക്കെ UDFലെ ചില ഘടകകക്ഷികളെയും ഒപ്പം പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെയും പോലും വലിയ തോതിൽ വിഷമിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു എന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാം. ഒടുവിൽ അങ്ങനെ അത്തരത്തിലും ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിന്നാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല. പക്ഷേ UDF പാളയത്തെ പോലും, UDF ക്യാമ്പിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലാദ്യമായി മിന്നുന്ന ജയമാണ് UDF നേടിയത്. അത് ആ പാർട്ടിയെ, ആ മുന്നണിയെ അവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ള ഒരാത്മവിശ്വാസം എന്ന് പറയുന്നത് വലിയ തോതിലാണ്. കാരണം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക്, അവർ ചരിത്ര വിജയം നേടുന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു ഈസി വാക്ക് ഓവർ ലഭിക്കുന്ന, അത് സമ്മാനിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന നിലയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ UDF ക്യാമ്പ്, കോൺഗ്രസ് ഒക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, മാത്രമല്ല പാർട്ടി കോട്ടകളിൽ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ അനുസ്മരിപ്പിക്കുന്ന തലത്തിൽ CPMന് വലിയ ആൾബലവും സംഘടനാ ശക്തിയും ശേഷിയും ഒക്കെയുള്ള പലയിടങ്ങളിലും വലിയ കടന്നുകയറ്റം നടത്താൻ UDFന് സാധിച്ചു എന്നത് അവരുടെ ആത്മവിശ്വാസത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, നേതാക്കൾ ഇന്ന് ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവര് ആ ആത്മവിശ്വാസം അവർ വലിയ തോതിൽ, ആ സന്തോഷം അവർ വലിയ തോതിൽ പങ്കുവയ്ക്കുന്നുമുണ്ട്. രാവിലെ UDFന്റെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പിന്നീട് സണ്ണി ജോസഫ്, KPC പ്രസിഡന്റ്, ഒപ്പം VD സതീശൻ ഉള്ളവർ അത്തരം മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പോലും അവർ വലിയ തോതിൽ അവർക്ക് ആ നിലക്ക് എന്ന നിലയ്ക്ക് കൂടി അത് വലിയൊരു കരുത്ത് പകർന്നു നൽകുന്ന ഒരു വിജയം കൂടിയാണിത്. മറ്റൊന്ന് നമുക്ക് പറയേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് VD സതീശൻ കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ UDFനുള്ളിൽ ഉയർത്തുന്ന ചില നിലപാടുകൾക്കും KPC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സണ്ണി ജോസഫിന്റെ നേതൃപാടവത്തിനും ലഭിക്കുന്ന ഒരു അംഗീകാരം എന്ന നില കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തപ്പെടും. സ്വാഭാവികമായും പാർട്ടിയിൽ, മുന്നണിയിൽ ഈ 2 നേതാക്കൾക്കുമുള്ള അവരുടെ ഒരു ശക്തി വർദ്ധിപ്പിക്കാൻ കൂടി ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് ഉതകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല, KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നേരിടുന്ന ആദ്യ ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന നിലക്കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു പ്രസക്തിയുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലില്ലാത്തൊരു വിജയം നേടാൻ കഴിയുന്നു. മാത്രമല്ല, VD സതീശൻ മുന്നോട്ട് വെച്ച ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലടക്കമാവട്ടെ, മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന കടന്നാക്രമണങ്ങളാവട്ടെ, ആരോപണങ്ങളാവട്ടെ, അത്തരം വിഷയങ്ങളിലൊക്കെ VD സതീശൻ എന്ന നേതാവ് ഉയർത്തുന്ന നിലപാടുകൾക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ തോതിലുള്ള ഒരു അംഗീകാരം നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ
ഒരു സംശയവും വേണ്ട.